എല്ലാവർക്കും നമസ്കാരം. വേൾഡ് ഹൗസിൻ്റെ പുതിയൊരു വില്ല പ്രോജക്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ തിരുവനന്തപുരത്ത് 4 BHK വീട് നോക്കുന്നവർക്കാണെങ്കിൽ, ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമോട് കൂടിയ വീട് നോക്കുന്നവർക്കാണെങ്കിൽ എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു വീടാണ് എൻ്റെ പൈക്കി കാണുന്ന ഈ ഒരു വീട്. ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് പുളിയറക്കുളം കാവിൻപുറം മെയിൻ ബസ് റൂട്ടിൽ നിന്ന് 100 മീറ്റർ മാത്രം മാറിയാണ് നമുക്കൊരു വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ വില്ല കമ്മ്യൂണിറ്റിയിൽ നമുക്ക് ഏകദേശപ്പെട്ട വീടുകളെല്ലാം സോൾഡ് ആയിട്ടുണ്ട്. മിക്ക വീട്ടിൽ നമുക്കിവിടെ ആൾ താമസം വരുന്നുണ്ട്. ഈ വീട്ടിൽ നിന്ന് തമ്പാനൂർ പോകാൻ 11 കിലോമീറ്ററും എയർപോർട്ട് പോകാൻ 16 കിലോമീറ്റർ മാത്രമാണ് നമുക്ക് ഡിസ്റ്റൻസ് വരുന്നത്. മെയിൻ ബസ് റൂട്ടിൽ നിന്ന് വീട്ടിലോട്ട് വരുന്ന റോഡ് തൊട്ട് നമുക്ക് 4 മീറ്ററാണ്. ഫുൾ കോൺക്രീറ്റ് റോഡാണ്. ഈ വീട് സ്ഥിതി ചെയ്യുന്ന 5 സെൻറ്റിൽ 2200 സ്ക്വയർ ഫീറ്റിൽ 4 BHK വീടാണ്. വീട് ചുറ്റുള്ള വാസ്തു ബേസിലായിട്ടാണ് വടക്ക് ദർശനമാണ് വരുന്നത്. ഈ വീട്ടിൽ കുടിവെള്ളത്തിന് നമുക്ക് കിണറും വരുന്നുണ്ട്, ലൈൻ കണക്ഷനും വരുന്നുണ്ട്. വീടിൻ്റെ മുറ്റത്ത് നമുക്ക് 2 വലിയ വാഹനം വരെ പാർക്ക് ചെയ്യാൻ പറ്റിയ കാർ പോർച്ച് ഏരിയയാണ് വരുന്നത്. ഒരു കവേർഡ് കാർ പോർച്ചും വരുന്നുണ്ട്. നമുക്കൊരു ഓപ്പൺ കാർ പോർച്ചിൻ്റെ സ്പേസും വരുന്നുണ്ട്. ഫ്രണ്ടിലൊക്കെ അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ തന്നെ ടെസ്റ്റർ വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ഗാർഡൻ വർക്കിനുള്ള സ്പേസും വരുന്നുണ്ട്. ഫ്രണ്ടിൽ ഒരു സ്ലൈഡിങ് ഗേറ്റും ഒരു ഫോൾഡിങ് ഗേറ്റുമാണ് വരുന്നത്. വീട്ടിൽ നമുക്ക് CCTVയുടെ പോയിന്റ് ചെയ്തിട്ടുണ്ട്. 3 ഫേസാണ് നമ്മുടെ കണക്ഷൻ വന്നിട്ട്. കാർ പോർച്ചിൽ നമുക്കൊരു ഇലക്ട്രിക് വാഹനം ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിന്റ് വരുന്നുണ്ട്. വീടിൻ്റെ 3 ചുറ്റും അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്പേസ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് 2 സ്റ്റെയർ ആയിട്ടാണ് വരുന്നത്. ഫ്രണ്ടിൽ കൂടെയും കയറാൻ പറ്റും, ഈ സൈഡിൽ കൂടെ നമുക്ക് കയറാൻ പറ്റും. ഫ്രണ്ട് വുഡെല്ലാം വന്നിട്ട് നമുക്ക് പ്ലാവാണ്, ക്ലിയർ പോളിഷ് വരുന്നുണ്ട്. ചെങ്കല്ലിൻ്റെ ഡിസൈൻ വന്ന ടെയിലാണ് നമുക്ക് ഫ്രണ്ടിൽ പാനൽ വർക്കിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ സിറ്റൗട്ടിൽ നമുക്ക് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. ഫ്രണ്ട് വുഡെല്ലാം പ്ലാവാണ്, ക്ലിയർ പോളിഷും വരുന്നുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ വിശാലമായിട്ടുള്ള ലിവിങ് ഏരിയ. വലിയൊരു ലിവിങ്ങിൻ്റെ സ്പേസാണ് വരുന്നത്. ഇവിടെ നമുക്ക് സീലിംഗ് വർക്ക്, ലിവിങ് ഏരിയയിൽ ഡൈനിങ്ങിൻ്റെ സ്പേസിലൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഓട്ടോമാറ്റിക് ഫാൻ വരുന്നുണ്ട്, ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. അകത്തെ കളറൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ലൈറ്റ് കളറാണ്. വലിയൊരു TV യൂണിറ്റ് ഏരിയയാണ് വരുന്നത്. എത്ര ഇഞ്ച് TV ആണ് ഹോൾഡ് ചെയ്യാൻ പറ്റിയ വലിയൊരു TV യൂണിറ്റ് ഏരിയയാണ്. അതിൽ കൂടെ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്പേസും വരുന്നുണ്ട്. ബാക്കിൽ നമുക്ക് പാനൽ വർക്കാണ് ഒട്ടിച്ചിട്ടുള്ളത്. ടെയിൽ വന്നിട്ട് 4x2 വെട്രിഫൈഡ് ടെയിലാണ്. ഇത് നമ്മുടെ അപ്പോസ് വർക്ക് വരുന്നുണ്ട്. വിൻഡോസിലെല്ലാം തന്നെ നമുക്ക് കർട്ടൻ ചെയ്തിട്ടുണ്ട്. ഓരങ്ങനെ ഉപയോഗിക്കുന്ന V ഗാർഡാണ്. സ്വിച്ച് എല്ലാം വന്നിട്ട് ആൻജറിൻ്റെ സ്വിച്ചാണ് വരുന്നത്. ഈ കാണുന്ന സ്പേസിലാണ് നമ്മുടെ ഡൈനിങ്ങിൻ്റെ സ്പേസ് വന്നിട്ട്. ഈ വീട്ടിൽ നിന്ന് നമുക്ക് 100 മീറ്റർ മാറി നമുക്ക് കടയും കാര്യങ്ങളെല്ലാം തന്നെ വരുന്നതാണ്. നമുക്ക് ഈ വില്ല കമ്മ്യൂണിറ്റിക്കകത്ത് പ്ലാസ്റ്റിക് വേസ്റ്റ് എടുക്കാൻ ഹരിതസേനയിൽ നിന്നും ആൾ വരുന്നുണ്ട്. ഫുഡ് വേസ്റ്റ് എടുക്കാൻ ഫാമിൽ നിന്നും ആൾ വരുന്നതാണ്. ഈ കാണുന്നതാണ് നമ്മുടെ വാഷ് ബേസിന്. വാഷ് ബേസിലെ ഫിറ്റിങ്സ് ഒക്കെ വന്നിട്ട് നമുക്ക് സെറയാണ്. ഫസ്റ്റ് ഫ്ലോറോട്ട് വന്ന സ്റ്റെയറിൻ്റെ അടിയിലായിട്ടാണ് നമ്മുടെ ഇൻവെർട്ടറിൻ്റെ പോയിന്റ് വന്നിട്ട്. ഇവിടെ നമുക്ക് അത്യാവശ്യം വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജും വരുന്നുണ്ട്. ഇവിടെ നമുക്ക് 2 ബെഡ്റൂമാണ് വരുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ ഫസ്റ്റത്തെ ബെഡ്റൂം. ഇത് നമുക്ക് അത്യാവശ്യം വലിയ ബെഡ്റൂമാണ്. ഇവിടെ നമുക്ക് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. സെൻട്രൽ ചെവിൽ നമുക്ക് അഡീഷണൽ ഒരു കളർ ചെയ്തിട്ടുണ്ട്. വിൻഡോസിലെല്ലാം കർട്ടൻ ചെയ്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 12x10 ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്. നമ്മുടെ 4 ബെഡ്റൂമിലും AC പോയിന്റും 4 നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂമോട് കൂടിയ ബെഡ്റൂമാണ്. ഈ കാണുന്നത് നമ്മുടെ വാഷ്റൂം, വലിയൊരു വാഷ്റൂമാണ്. വാഷ്റൂമിലെ ഫിറ്റിങ്സ് എല്ലാം വന്നിട്ട് സെറയാണ് വരുന്നത്. ഇവിടെ നമ്മുടെ ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. വാഷ്റൂമിലെ ഡോർ ആയിരുന്നാലും നല്ല ക്വാളിറ്റി ഉള്ള ഡോറാണ് നമുക്കിവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. അടുത്ത ഹാളിൽ നിന്നും വരുന്ന നമുക്ക് 2ാമത്തെ ബെഡ്റൂമാണ്. ഈ കാണുന്നത് നമ്മുടെ 2ാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിൽ നമുക്ക് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. സെൻട്രൽ ചെവിൽ ഒരു കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. വിൻഡോസിലെല്ലാം കർട്ടനും ചെയ്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 14x12 ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് 3 പാളിയിലെ വലിയൊരു കബോർഡ് വർക്ക് വരുന്നുണ്ട്. വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജും വരുന്നുണ്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. ഇത് നമുക്ക് വലിയൊരു വാഷ്റൂമാണ്. ഇവിടെ ഫിറ്റിങ്സ് ഉപയോഗിക്കുന്ന സെറയാണ്. ഇവിടെ നമ്മുടെ ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. അടുത്ത ഹാളിൽ നിന്നും വരുന്നത് നമുക്ക് കിച്ചണാണ്. ഈ കാണുന്നതാണ് നമ്മുടെ വലിയ കിച്ചണും വർക്ക് ഏരിയ നമുക്ക് ഒരുമിച്ചാണ് വരുന്നത്. കിച്ചണിൽ നമുക്ക് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. കബോർഡ് വർക്കിന് ഉപയോഗിക്കുന്ന ഫുൾ നമുക്ക് അലുമിനിയം ഫാബ്രിക്കേഷൻ ആണ്. വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജും വരുന്നുണ്ട്. ഇവിടെ നമുക്കൊരു ഹോബ് വരുന്നുണ്ട്. കിച്ചണിലെ ഫിറ്റിങ്സ് എല്ലാം വന്നിട്ട് ബ്രാൻഡ് ഫിറ്റിങ്സ് ആണ്. ടെയിൽ വന്നിട്ട് 4x2 മാറ്റ് ടെയിൽ, നല്ല ഗ്രിപ്പുള്ള ടെയിലാണ്.
ഇതിലൊക്കെ നമുക്ക് അത്യാവശ്യം വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. ഷെയ്ഡിൻ്റെ മുകളിൽ നമുക്ക് സ്റ്റോറേജ് വരുന്നുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ വർക്ക് ഏരിയ. വർക്ക് ഏരിയയിൽ നമുക്ക് സ്റ്റോറേജ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ചെറിയൊരു സിങ്കും വരുന്നുണ്ട്. ഈ കാണുന്നതാണ് വീടിൻ്റെ ബാക്ക് സൈഡ്. ബാക്ക് സൈഡിൽ വേസ്റ്റ് എത്തിക്കാൻ വേണ്ടി അതിനൊരു സ്ഥലം ചെയ്തിട്ടുണ്ട്. ബാക്കിലാണ് നമുക്ക് നനകല്ല് വരുന്നത്. വീടിൻ്റെ 3 ചുറ്റും അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്പേസ് വരുന്നുണ്ട്. ബാക്കിലെ മതിലൊക്കെ നമുക്ക് പെയിൻറ്റ് ചെയ്യാനുണ്ട്. ഇനി നമുക്കിവിടെ ഫൈനൽ കോട്ട് പെയിൻറ്റിംഗ് ഉണ്ട്. പെയിൻറ്റിംഗ് വർക്ക് ക്ലീനിങ് എല്ലാം കംപ്ലീറ്റ് ചെയ്താണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഹാളിൽ നിന്നും അടുത്ത് വരുന്നത് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലോട്ടുന്ന സ്റ്റെയർ ആണ്. സ്റ്റെയർ കയറുന്നിടത്ത് നമുക്കിവിടെ പ്രൊഫൈൽ ലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന സെൻറ്റർ ചെവിൽ വലിയ രീതിയിൽ തന്നെ ടെസ്റ്റർ വർക്ക് ചെയ്തിട്ടുണ്ട്. സ്റ്റെയർ കയറുന്ന ഹാൻഡിൽ വർക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് സ്റ്റീലിലാണ്. സ്റ്റെയർ കയറി വരുന്ന സീലിങ്ങിൽ നമുക്ക് പർഹോള വരുന്നുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ വിശാലമായിട്ടുള്ള ഹാള്. ഫസ്റ്റ് ഫ്ലോറിൽ ഇവിടെ നമുക്ക് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ പ്രൊഫൈൽ ലൈറ്റ് ചെയ്തിട്ടുണ്ട്. വലിയൊരു ടി വി യൂണിറ്റ് ചെയ്തിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ്റെ പോയിന്റ് വരുന്നുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ടി വി യൂണിറ്റ് ഏരിയ. ഇതിൽ നമുക്ക് ചെറിയ സ്റ്റോറേജ് വരുന്നുണ്ട്. ഇത് നമുക്ക് വലിയൊരു ഹാളാണ്. ഇവിടെ നമുക്ക് 2 ബെഡ്റൂമാണ് വരുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ 3ാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 17x10 ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് 3 പാളിയുടെ വലിയൊരു കബോർഡ് വർക്ക്, ചെറിയൊരു സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. വിൻഡോസിലെല്ലാം തന്നെ കർട്ടൻ വരുന്നുണ്ട്. ഇത് താഴെ കണ്ട അതേ മെത്തേഡിൽ തന്നെയാണ് നമുക്കിവിടെ കബോർഡ് വർക്ക് വരുന്നത്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ വാഷ്റൂം. വലിയൊരു വാഷ്റൂമാണ്. ഇവിടെ ഫിറ്റിംഗ്സ് ഉപയോഗിക്കുന്നത് നമുക്ക് സെറയാണ്. ഇവിടെ നമ്മുടെ ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. അകത്തെ ഡോറുകളെല്ലാം നമുക്ക് പോളിഷ് ചെയ്തിട്ടുണ്ട്. അടുത്ത ഹാളിൽ നിന്നും വരുന്ന നമുക്ക് 4ാമത്തെ ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 15x10 ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ സെൻറ്റർ ചെവിൽ നമുക്ക് അഡീഷണൽ കളർ ചെയ്തിട്ടുണ്ട്. വിൻഡോസിലെല്ലാം കർട്ടൻ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് നേരത്തെ കണ്ട ബെഡ്റൂമിൽ അതേ സൈസിൽ തന്നെ വരുന്ന നമുക്ക് കബോർഡ് വർക്കാണ്. 3 പള്ളിയുടെ കബോർഡ് വർക്കാണ്. അകത്തെ ഡോറുകളെല്ലാം നമുക്ക് പ്ലാവാണ്. ക്ലിയർ പോളിഷാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ അറ്റാച്ച്ഡ് വാഷ്റൂം. ഇത് നമുക്ക് വലിയൊരു വാഷ്റൂമാണ്. ഫിറ്റിംഗ്സ് ഉപയോഗിക്കുന്ന സെറയാണ് വരുന്നത്. ഇവിടെ നമ്മുടെ ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. ഹാളിൽ നിന്നും അടുത്ത് വരുന്നത് നമുക്ക് ബാൽക്കണിയാണ്. ഇവിടെ നമുക്ക് 2 ബാൽക്കണിയാണ് വരുന്നത്. ഇതൊരു ബാൽക്കണി, ഇതൊരു ബാൽക്കണി, അങ്ങനെ 2 ബാൽക്കണി ആയിട്ടാണ് വരുന്നത്. ഹാൻഡിൽ വർക്ക് ചെയ്തിരിക്കുന്ന ജിയോ പൈപ്പിൽ മാറ്റ് ബ്ലാക്ക് പെയിന്റ് വുഡിൻ്റെ ഡിസൈനാണ് വരുന്നത്. ഇവിടെ ടെയിൽ ഒട്ടിച്ചിരിക്കുന്ന നല്ല ഗ്രിപ്പുള്ള ടെയിലാണ്. ഇത് നമ്മുടെ അപ്പോസ് വർക്കും ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന വീടുകളെല്ലാം സോൾഡ് ആയാണ്. എല്ലാ വീട്ടിലും ആൾ താമസം വരുന്നതാണ്. ഹാളിൽ നിന്നും അടുത്തിരുന്ന് നമുക്കൊരു ഓപ്പൺ ടെറസാണ്. ഈ കാണുന്നത് നമ്മുടെ ഓപ്പൺ ടെറസ്. ഇവിടെ നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ പോയിന്റ് ഇട്ടുണ്ട്. ടെറസിലോട്ടുന്ന സ്റ്റെയർ ബാക്കി കൂടിയാണ് വരുന്നത്. ഈ കാണുന്നതിന് നമ്മുടെ വിശാലമായിട്ടുള്ള ടെറസ് വന്നിട്ട് അത്യാവശ്യം ഒരു ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ ടെറസാണ്. ഇവിടെ നമുക്ക് ടാങ്ക് വന്നിട്ട് 1000 ലിറ്ററിൻ്റെ വലിയൊരു ടാങ്കാണ് വരുന്നത്. ഒരു ടാങ്ക് കൂടെ വയ്ക്കാനുള്ള സ്പേസ് ചെയ്തിട്ടുണ്ട്. ആവശ്യക്കാർക്കാണെങ്കിൽ ഒരു ടാങ്ക് കൂടെ വയ്ക്കാൻ പറ്റും. ഇവിടെ നമുക്ക് ചെറിയൊരു ഓപ്പൺ സ്പേസ് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ ഡീറ്റെയിൽ. ഈ വീടിരിക്കും നമ്മുടെ തിരുവനന്തപുരത്ത് പുളിയറക്കുളം കാവിൻപുറം മെയിൻ ബസ് റൂട്ടിൽ നിന്ന് 100 മീറ്റർ മാത്രം മാറിയാണ് ഈ ഒരു വീട് വരുന്നത്. ചെറിയൊരു വില്ല കമ്മ്യൂണിറ്റിക്കകത്ത് വരുന്ന വീടാണ്. ഈ വീട് ലാൻഡ് ചെയ്യുന്ന 5 സെൻറ്റിൽ 2200 സ്ക്വയർ ഫീറ്റാണ്. 4 ബെഡ്റൂമാണ്. 4 നമുക്ക് വലിയ ബെഡ്റൂമാണ്, 4 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 85 ലക്ഷം രൂപയാണ്. ഇത് നമുക്ക് നെഗോഷ്യബിൾ പ്രൈസ് ആണ്. ഈ വീട്ടിൽ നിന്നും തമ്പാനൂർ പോകാൻ 11 കിലോമീറ്ററും എയർപോർട്ട് പോകാൻ 16 കിലോമീറ്ററും മാത്രമാണ് നമുക്ക് ഡിസ്റ്റൻസ് വരുന്നത്. വീട് ചുറ്റുള്ള വാസ്തു ബേസിലായിട്ടാണ് വടക്ക് ദർശനമാണ് വരുന്നത്. വീട്ടിൽ കുടിവെള്ളത്തിന് കിണറും വരുന്നുണ്ട്, ലൈൻ കണക്ഷനും വരുന്നുണ്ട്. 2 വലിയ വാഹനം വരെ പാർക്ക് ചെയ്യാൻ പറ്റിയ കാർ പോർച്ച് ഏരിയയാണ് വീട്ടിൽ വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ ഡീറ്റെയിൽ. ഈ വീടിൻ്റെ ബാക്കി ഡീറ്റെയിലോ കാര്യങ്ങളോ അറിയാൻ വേണ്ടി ഈ വീട് കാണാനും താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് മറക്കല്ല. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ പുതിയ വീടിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്തെന്തായാലും പുതിയൊരു വില്ല പ്രോജക്റ്റ് കാണുമ്പോൾ എല്ലാവർക്കും ബൈ. ഈ ഒരു വീട് കാണാൻ വരുന്നതിൻ്റെ കൂടെ തന്നെ ഈ പ്രൈസിന് ഈ ഒരു സെൻറ്റിൽ തന്നെ വരുന്ന അടുത്ത് വേറൊരു വീട് കൊണ്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും.
നമുക്ക് വീഡിയോ ചെയ്യുന്ന സമയപരിധി കുറവായതുകൊണ്ട് മാത്രം നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റാത്തത്. ഈ ഒരു വീട് കാണാൻ പറ്റുന്നതിൻ്റെ കൂടെ തന്നെ ബാക്കിയുള്ള എല്ലാ വീടും കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു പുതിയൊരു വില്ല പ്രോജക്റ്റ് കാണുമ്പോൾ എല്ലാവർക്കും ബൈ.